നട്ടാൽ കുരുക്കാത്ത നുണ കൊണ്ട് ഹിമവാനെ കൊമ്പ് കുത്തിക്കും. ഒരു മനുഷ്യൻ ഇങ്ങനെ എത്ര കാലം ഭരിക്കും? ജില്ലാ അവലോകന യോഗങ്ങളിൽ ചെന്ന് ലെജൻഡ് വിജയൻ തള്ളി മറിക്കുന്നത് കേട്ടാൽ കമ്മികൾക്ക് മാത്രമല്ല മൃഗശാലയിലെ കാണ്ടാമൃഗങ്ങൾക്കും രോമാഞ്ചമുണ്ടാകും. പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തിട്ടും 2 മാസത്തിനിടെ മരിച്ച 3 കുട്ടികളുടെ ആത്മാവിന് മേൽ ചവിട്ട് നിന്നുകൊണ്ടാണ് വിജയ നിങ്ങളുടെ ഈ ഗീർവാണങ്ങൾ എന്നോർക്കണം. 2016 തകർന്നു കിടന്ന ആരോഗ്യരംഗം പൂത്തുലഞ്ഞത് ഞാനിവിടെ വന്നേ പിന്നെ എന്നാണ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ പറച്ചിലുകൾ. LDF വരും, എല്ലാം ശരിയാകുമെന്ന ഉളുപ്പില്ലാത്ത വാഗ്ദാനം വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം. ആ വാഗ്ദാനങ്ങൾ എല്ലാ അർത്ഥത്തിലും ശരിയായിട്ടില്ലേ എന്നാണ് മുണ്ടുടുത്ത ഇതിഹാസം നിവർന്നു നിന്ന് ചോദിക്കുന്നത്. ഈ മുഖ്യന്റെ ചർമ്മം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ വിശേഷണങ്ങൾ ഒന്നും പറയാൻ സൗകര്യമില്ല. ഹേ മനുഷ്യ, നിങ്ങൾ അധികാരമേറ്റ 2021 ശേഷം പേവിഷബാധ മൂലമുള്ള വാക്സിൻ എടുത്ത ശേഷവും മരിച്ചത് 22 പേരാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. നിങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പും ഇവിടെ ആരോഗ്യവകുപ്പും പേപ്പട്ടികളും പ്രതിരോധ കുത്തിവയ്പും ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത തരത്തിൽ എന്തുകൊണ്ടാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഏശാതെ മനുഷ്യൻ പേയിളകി മരിക്കുന്നത് എന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ?